കണ്ണൂരിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനം. പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നുവെന്നും എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്നതായും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പാർട്ടി അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. കെ.ജെ. ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽക്ക് തന്നെ വിവാദ വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ടായിരുന്നു. അതോടൊപ്പമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. കണ്ണൂരിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ എന്നതിനാണ് ഏറെ പ്രസക്തി. തീർച്ചയായും അത്തരത്തിലാണ് വലിയ വിമർശനങ്ങളാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടരുകയാണ്. CPM-ലെ സാധാരണക്കാരായ പാർട്ടി അണികളെ ഉൾക്കൊള്ളുന്നതാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റികൾ. അതിന്റെ സമ്മേളനങ്ങളാണ് നിലവിൽ ഈ മാസം 1-ാം തീയതി മുതൽ നടന്നു വരുന്നത്. ഇത്തരം ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനുമെതിരെ പാർട്ടി അംഗങ്ങൾ തന്നെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ സാധാരണ പ്രവർത്തകരാണ്. മുൻപ് പാർട്ടിയോടൊപ്പം നിന്ന ഈ പാർട്ടി അംഗങ്ങളാണ് നിലവിൽ പാർട്ടിയിലെ ഇപ്പോഴുള്ള നീക്കങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തന്നെ വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി പ്രവർത്തകരെ നിലവിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുകയാണെന്നും ഈ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നതായും നിലവിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരുമായി ബന്ധപ്പെട്ട് ഇന്നലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ തട്ടകത്തിൽ തന്നെ ഇത്തരം ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുടങ്ങിയിരുന്നു. ഇതും ജില്ലയിൽ CPM നേതൃത്വം വലിയ ഞെട്ടലിലാണ്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ പല ചർച്ചകളും തുടരുകയാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ കണ്ണൂരിൽ പാർട്ടി സെക്രട്ടറിയുടെ തട്ടകത്തിൽ തന്നെ ഇത്തരത്തിൽ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ബ്രാഞ്ച് സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും EP ജയരാജനെയും അതോടൊപ്പം തന്നെ P. ജയരാജനും അനുകൂലമായാണ് നിലവിൽ പല സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരും സംസാരിക്കുന്നത്. EP ജയരാജനെതിരായ നടപടികൾ തെറ്റായാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ വടകരയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായി തന്നെ മാറി നിൽക്കുന്ന ഒതുക്കപ്പെട്ട P. ജയരാജന് അനുകൂലമായാണ് വീണ്ടും ഒരു സാഹചര്യം കണ്ണൂരിൽ ഉണ്ടാകുകയാണ്. വീണ്ടും കണ്ണൂരിലെ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ P. ജയരാജൻ. എന്തായാലും ഈ തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവങ്ങളും ഭരണത്തിലെ 2-ാം പിണറായി സർക്കാരിന്റെ ഭരണവീഴ്ചകളും നിലവിൽ പാർട്ടി അണികൾക്ക് തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതെ, ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് കണ്ണൂരിൽ ഇത്തരത്തിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ എതിർ ശബ്ദം ഉയരണമെങ്കിൽ CPM-ലെ വിഭാഗീയത തന്നെയാണ് മറനീക്കി പുറത്തു വരുന്നത്. ഈ എതിർ സ്വരങ്ങൾ ശേഷിയുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഉയരുന്ന വിമർശനങ്ങളെ ഭയക്കേണ്ടതുമാണ്. തീർച്ചയായും അത്തരത്തിലാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് നിലവിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി സീറ്റ് ലക്ഷ്യമാക്കി വീണ്ടും കണ്ണൂരിൽ സജീവമാകാൻ ശ്രമിക്കുന്ന P. ശശിക്കുമുള്ള മറുപടിയാണ് നിലവിൽ കണ്ണൂരിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കണ്ണൂരിൽ ഒരു പുതിയൊരു രാഷ്ട്രീയം രൂപപ്പെടുത്തുക എന്നതാണ് പുതിയ വിഭാഗീയതയ്ക്ക് കാരണമായിരിക്കുന്നത്. കാരണം P. ജയരാജനും അതോടൊപ്പം തന്നെ EP ജയരാജനും വീണ്ടും കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ സജീവമാകുകയും P. ശശിയെ പൂർണ്ണമായി ഒഴിവാക്കുകയും പിണറായി പക്ഷത്തെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടന്നു വരുന്നത്. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് നിലവിൽ വിഭാഗീയത പ്രവർത്തനവും വിമർശനങ്ങളും ഉണ്ടായിരിക്കുന്നത്. ശരി, കെ.ജെ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.